ശരിക്കും പറഞ്ഞ സെമിനാരിയിൽ പഠിക്കേണ്ട പയ്യൻ തന്നെയാണ്. കാരണം ഇതിൽ പള്ളിയിലച്ഛനായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ സൈജു ഇതിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഭരതനാട്യം ആരെങ്കിലും കണ്ടോ? എന്നാ റിക്വസ്റ്റ് കന്നാലി പിടിക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ആക്ച്വലി ബാഡ് ബോയ്സിനെ പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഭരതനാട്യത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഭരതനാട്യം നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലൊക്കെ ഓടുന്നുണ്ട് ഇന്ന് വരെ. നാളത്തെ കാര്യം എനിക്കറിയില്ല. നാളെ ഒരു വമ്പൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നായകൻ്റെ പടം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മിക്കാറും ഭരതനാട്യമൊക്കെ അടുത്ത് മാറ്റി വരും. അപ്പം പറ്റിയാൽ നിങ്ങൾ കുറച്ച് പേര് ഇന്ന് ഒക്കെ പോയി കണ്ടാൽ നല്ലതായിരുന്നു. എനിവേസ്, നമ്മുടെ വിഷയം ബാഡ് ബോയ്സ് ആണ്. അതെ, ഞാൻ കണ്ടു കേട്ടോ പടം ഭരതനാട്യം. അടിപൊളി സിനിമയാണ്, എല്ലാവരും പോയി കാണേണ്ടതാണ്. ഇറ്റ്സ് എ ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. സത്യമായിട്ടും ഞാൻ ഓഡിയൻസിൻ്റെ റിവ്യൂ കേട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടാണ് ഞാനത് പോയി കണ്ടത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്വാളിറ്റി ഉള്ള സിനിമയാണ്, നല്ല ഹ്യൂമറുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഫിലിം. പ്രൗഡ് ഓഫ് യു. താങ്ക് യു രമൺ ചേട്ടാ, താങ്ക് യു. ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം ഏറ്റവും ആദ്യം രഹ്മാൻ ചേട്ടൻ തന്നെയാണ്. ടിനി പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട റൊമാൻറ്റിക് ഹീറോ, റൊമാൻറ്റിക് സൂപ്പർ സ്റ്റാർ. അന്ന് ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു. മഹാരാഷ്ട്രയിൽ എല്ലാവരും, എല്ലാ നടന്മാരും ക്ലീൻ ഷേവനാണ്. നമ്മുടെ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ എല്ലാവരും മീശ വെച്ചിട്ടുള്ള ഹീറോസാണ്. പക്ഷേ നമുക്ക് ബോളിവുഡിലെ ഒരു ഹീറോയെ പോലെ നമുക്ക് മലയാളത്തിൽ നിന്ന് കാണിക്കാൻ പറ്റിയ ഒരു സ്റ്റാർ ആയിരുന്നു, ഒരു ഹീറോ ആയിരുന്നു രഹ്മാൻ ചേട്ടൻ അന്ന്. എൻ്റെ വൈഫ് വലിയൊരു ഫാനാണ് രഹ്മാൻ ചേട്ടൻ്റെ. രഹ്മാൻ ചേട്ടൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഞാനൊരു വലിയ ഫാനാണെന്ന് പറയണമെന്ന്. അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ചെറിയ ലാലേട്ടൻ പറയുന്ന പോലെ നമ്പർ 20 മദ്രാസ് വലിയൊരു അസൂയ പോലെയൊക്കെ തോന്നും നമുക്ക്. അപ്പം ഞാനിത് വർഷങ്ങൾ മുമ്പ് ഓൾറെഡി രഹ്മാൻ ചേട്ടനൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വീണ്ടും പറയണോ? പറഞ്ഞാൽ ഒന്ന് പറയണമെന്ന് പറഞ്ഞ്. അവിടെ ഞാൻ പറഞ്ഞിട്ടില്ല മനഃപൂർവ്വം, അത് ഞാൻ ഇന്ന് പറയുവാണ്. എൻ്റെ വൈഫ് ഭയങ്കരമായിട്ട് ഫാനാണ്. പിന്നെ ബാബു ആന്റണി ചേട്ടൻ അയ്യോ, കടലൊക്കെ കണ്ടിട്ട് രോമാഞ്ചം കൊണ്ടിട്ട് ഒരു രക്ഷയിലായിരുന്നു. അങ്ങനെ ബാബു ആന്റണി ചേട്ടനും ആയിട്ട് ഒരു സ്റ്റെപ്പ് കാണണോ? ഒരു സ്റ്റെപ്പ് നമുക്ക് കാണാം അല്ലേ? ഓക്കെ, രണ്ട് സ്റ്റെപ്പ്. ഒരു മ്യൂസിക് ഇട്ടൂട് അവിടെയാണെങ്കിൽ. പിന്നെ ഹലോ, ഒരു മ്യൂസിക് ഇടൂ. ഒരു മ്യൂസിക് ഇട്ടോ അല്ലേ? കോൾച്ചേട്ടനല്ലേ? റെഡി. കിട്ടെ. പിന്നെ ഒമറിന്റെ രണ്ടാമത്തെ പടത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ഹാപ്പി വെഡിങ്ങിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്തൊരു ചാൻസ് കിട്ടി. എന്നെ ആദ്യം വിളിച്ച ക്യാരക്ടർ വേറൊരു ക്യാരക്ടറായിരുന്നു. ആ സമയത്ത് എനിക്ക് ഡേറ്റ് ഇല്ലായിരുന്നു. അതിന് കുറച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേറ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് വേറൊരു ക്യാരക്ടർ എന്ന് സഹായിച്ച ഒരു വ്യക്തിയാണ്. വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് ഒമർ. ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടത്തിൽ ഞാൻ ചാൻസ് ചോദിച്ചിട്ട് അദ്ദേഹം വലിയ മനസ്സ് കാണിച്ച് എനിക്ക് അതിൻ്റെ അകത്ത് ഒരു റോള് തന്നായിരുന്നു. അല്ലേ? കറക്റ്റല്ലേ? എന്തായാലും നമ്മൾ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചാൻസ് ചോദിച്ചത് സൈജു ചേട്ടനാണ്. അപ്പോൾ പടം തുടങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ പ്രീ വർക്ക് നടക്കുമ്പോൾ എനിക്ക് ഫേസ്ബുക്കിലൊരു മെസ്സേജ്, സൈജു കുറുപ്പ് ചാൻസ് ചോദിച്ചു. ഞാൻ വന്നത് പോയത് ഫേക്ക് ഐ ഡി, നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ സൈജു ചേട്ടന് ഹാപ്പി വെഡിങ്ങിൽ അങ്ങനെ ഞങ്ങൾ കമ്പനിയായി. പിന്നെ ഇതിൽ വിളിച്ചപ്പോൾ ഡേറ്റ് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിഷമമായി. പക്ഷേ അപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥന പടച്ചും കേട്ടു, ഡേറ്റ് തന്നു. താങ്ക് യു സൈജു ചേട്ടാ. പിന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, എനിക്ക് വളരെ അടുപ്പമുള്ള എബ്രഹാം ചേട്ടനോടാണ്. എബ്രഹാം മാത്യു, ഇതിൻ്റെ പ്രൊഡ്യൂസർ. അദ്ദേഹമായിട്ട് ആദ്യമായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരുപാട് ആൾക്കാർ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ പടത്തിൽ ഒരുപാട് സ്റ്റാർസിനെ കണ്ടു. ഒരു വലിയ സ്റ്റാർ കാസ്റ്റുള്ളൊരു പടമാണ്. പക്ഷേ നമ്മുടെ സുധീർ എപ്പോഴും നമ്മൾ വില്ലൻ റോൾസിലാണ് അദ്ദേഹത്തിനെ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ ടൈമിങ്, കോമഡി ടൈമിങ് ജീവിതത്തിൽ ഞാൻ വളരെ പേഴ്സണലി എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് എന്ന് ഏതെങ്കിലും ഒരു സംവിധായകനെ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു ഹ്യൂമർ റോളിൽ കാസ്റ്റ് ചെയ്യുമെന്ന്. അങ്ങനെ ഈ സിനിമയിൽ അദ്ദേഹത്തിന് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ആണ് ആസ് എ ഹ്യൂമർ ആക്ടർ ഇൻ ബാഡ് ബോയ്സ്. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും ബാഡ് ബോയ്സ് ഓണത്തിന് റിലീസാണ്. എല്ലാവരും അടുത്തുള്ള തിയേറ്റേഴ്സിൽ പോയി കാണണം. ഭരതനാട്യം നിങ്ങൾ ഒഴിവാക്കിയ പോലെ ഒഴിവാക്കല്ലോ പ്ലീസ്. ബാഡ് ബോയ്സ് വിൽ ബി എ ഹോൾസം ഫാമിലി എൻ്റർടൈനർ. നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് കാണാം. ഒരു ഏജ് ബാരിയറും ഇല്ലാത്ത ഒരു സിനിമയാണ്. ഫൺ ഫിൽഡ്, പാക്ഡ് ഒരു എൻ്റർടൈനർ ആയിരിക്കും. താങ്ക് യു.
കണ്ട എനിക്ക് ഫാൻസ് ഉണ്ട്. നമസ്കാരം എല്ലാവർക്കും. ഞാനിവിടെ കയറി വന്നപ്പോൾ സൈജു ചേട്ടൻ നമ്മുടെ സുധീരേട്ടൻ്റെ ടൈമിംഗ് കോമഡിയെ പറ്റി പറഞ്ഞു. അപ്പോൾ സൈഡിൽ നിന്ന് റഹ്മാനിക്ക് എന്നോട് പറയാണ് എൻ്റെയും ടൈമിങ്ങിൻ്റെ കാര്യം പറയാമെന്ന്. അപ്പം ഞാൻ പറയാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോൾ പുള്ളി അടുത്ത ഇത് എനിക്കിട്ടെതിരെ പറഞ്ഞു ബാഡ് ബോയ്സ് 2 പറഞ്ഞില്ലെങ്കിൽ കട്ടാവുമെന്ന്. അപ്പോൾ ബാഡ് ബോയ്സ് 2 ഉണ്ടാവും എന്ന് റഹ്മാനിക്ക് ഉറപ്പാണ്. ദൈവം അനുഗ്രഹിച്ചാൽ എപ്പോഴും വലിയ വലിയ സിനിമാക്കാർ പറയുന്ന പോലെ നമ്മളല്ല സിനിമയെ പറ്റി പറയേണ്ടത്, സിനിമയാണ് സംസാരിക്കേണ്ടത്. സിനിമ സംസാരിക്കട്ടെ, ഗംഭീരമാവട്ടെ. പിന്നെ ഈ പടത്തിൽ ഒമറിക്കയുടെ കാര്യം എനിക്ക് എപ്പോഴും ഒരു നന്ദിയോടെ ഓർക്കാനുള്ളത്, എൻ്റെ ആദ്യ സിനിമ ബോംബുകലയ്ക്ക് ശേഷം എന്നെ ഫോണിൽ വിളിച്ച് പടം നന്നായിട്ടുണ്ടെന്ന് അഭിനന്ദിക്കുകയും ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ എൻ്റെ പേര് പറയുകയും ചെയ്ത അപൂർവം ചില സംവിധായകരിൽ ഒരാളാണ്. പിന്നെ ഇതിൻ്റെ റൈറ്റർ, ഈ പടത്തിൻ്റെ എഴുത്ത് തമാശ ഒക്കെ എഴുതിയിരിക്കുന്ന റൈറ്റർ. പിന്നെ എനിക്ക് വേറെ പറയാനുണ്ട്, ഇവിടെ ഇരിപ്പുണ്ടോന്ന് എനിക്കറിയില്ല, ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഉപേനിച്ചിട്ടുണ്ട്. ഇവിടെ ഉപേനിച്ചിട്ട് അസോസിയേറ്റ് ഡയറക്ടറാണോ ഒന്ന് എഴുതി ഉപേനിച്ചേട്ടാ. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്. ഒന്ന് വരൂ, നിങ്ങൾക്ക് ഇതിൽ വരാൻ അർഹനായ ആളാണ്. വരൂ പ്ലീസ്. അത്രയും പണിയെടുത്തിട്ടുണ്ട്. കണ്ടോ ക്രൗഡ് പുള്ളർ. അതേപോലെ അമീറൊക്കെ എന്നെ രസികരാജ മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളുടെ സിനിമ ഈ വരുന്ന 13-ാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ സിനിമയിൽ ഔസേപ്പച്ചൻ സാറും ഉണ്ട് കേട്ടോ. പുള്ളിയും ഇത് അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ട്. ഔസേപ്പച്ചൻ സാർ ഒരുപാട് ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഖുശ്ബു മുതൽ ഇങ്ങോട്ട് തുടങ്ങി ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഔസേപ്പച്ചൻ സാറിനെ ഞാനാണ് ഇപ്പൊ ആദ്യമായിട്ട് ഒരു ഇൻട്രോ കൊടുത്തത്. ഓവർസീസിന് മാർക്കട്ടെ ഔസേപ്പച്ചൻ സാർ വന്നതില്. ഔസേപ്പച്ചൻ സാർ പ്ലീസ്. പിന്നെ ഇതൊന്ന് പറഞ്ഞു കേട്ടെ, ലാസ്റ്റ് പറഞ്ഞോട്ടെ. പിന്നെ ഈ പറയുന്ന നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അവർക്കുള്ള ഇത് പറയുന്നു. മാത്രമല്ല ലിസിൻ ചേട്ടാ ARMന്റെ ഒപ്പമാണ്. ഞങ്ങൾക്കറിയാം വലിയ സിനിമകളാണ് ഞങ്ങളുടെ ഒപ്പം ഉള്ളത്. ഞങ്ങൾ അങ്ങനെ ഒരു അവകാശവാദം ഒന്നും പറയുന്നില്ല. ഞങ്ങളൊരു സൈഡിൽ കൂടി ഒരു കുഞ്ഞു വഴിയിൽ കൂടി സൈഡിൽ കൂടി ഒരു 50 കോടി, അതാണ് ഞങ്ങളുടെ പ്ലാനുള്ളത് അല്ലേ. അപ്പോൾ എന്തായാലും താങ്ക് യു. ബാഡ് ബോയ്സ് 13-ാം തീയതി കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു വെരി മച്ച്. നമുക്കൊരു ഗസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. ഗായിക സുജാത ചേച്ചിയുടെ ഹസ്ബൻഡ് മോഹൻ സാറ് ഇവിടെ വയലുമൊക്കെ നടക്കണമായിരുന്നു, ഞങ്ങൾ പിടിച്ച് നീക്കിയിരിക്കുന്നത്. മോഹൻ സാറുണ്ട്. അപ്പൊ വളരെ സന്തോഷം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതിൽ. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം മാസോണം സീസൺ 2.